അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, റബീഅ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ പരാമർശിച്ചു പോകുന്നതാണ് ഈ ക്യാമ്പയിൻ. ഇന്നിവിടെ ഞാൻ ഊന്നി പറയാൻ പോകുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും വലിപ്പവുമൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏകദേശം 15 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നാൽ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പ്രവാചകന്മാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖല തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവസാനിക്കുകയാണ്. തങ്ങൾ അവസാനത്തെ നബിയാണ്. പക്ഷേ എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും മുൻപിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم എന്ന് പറഞ്ഞ് കുറേ ബൈത്തുകളിൽ ഇമാം ബൂസീരി റഹ്മഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും നബിതങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നു. മഹാഭൂരിഭാഗം നബിമാർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞു പോയി തിരിച്ചു പോയെങ്കിലും അവസാനത്തെ നബിയുമായി അവർക്കൊക്കെ അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഇത് ഖുർആനിൽ പറയുന്നുണ്ട്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഇത് വളരെ വ്യക്തമായി നമ്മൾ ഈ പറയുന്ന പോയിൻ്റ് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ അംബിയ മുർസലീങ്ങളിൽ നിന്നും അള്ളാഹു കരാറ് ഉടമ്പടി സ്വീകരിച്ചു എന്നാണ്. ഇത് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ. എന്തായിരുന്നു ഉടമ്പടി കരാറ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. ഓരോ നബിയോടും ഓരോ റസൂലിനോടും അള്ളാഹു